അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കാണോ 4 കാര്യങ്ങളുള്ളത് നീയാണ് ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു, ഒരു സ്വാലിഹത്തായ അള്ളാനെ പേടിയുള്ള ഒരു ഭാര്യ. ഏതൊരു മനുഷ്യനാണോ തൻ്റെ ദുഃഖത്തിലും തൻ്റെ സന്തോഷത്തിലും തനിക്ക് താങ്ങായി നിൽക്കുന്ന ഒരു ഭാര്യ, ഏതൊരു മനുഷ്യനുണ്ടോ അവൻ വല്ലാത്ത ഭാഗ്യവാനാണ്. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. അള്ളാഹുവെ പടച്ചവനെ, കെട്ടിടമാകട്ടെ, ഓലഷെഡാകട്ടെ, ടാർപ്പ വലിച്ചു കെട്ടിയതാകട്ടെ, കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ മക്കൾ. 4 സഞ്ചരിക്കാൻ ഒരു വാഹനം. ഈ 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ, ആരാണോ നേടിയെടുത്തത്, അവൻ വല്ലാത്ത ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് പറഞ്ഞത് ഒരു സ്വാലിഹത്തായ പെണ്ണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന വിവാഹം കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും അത് തന്നെ ആഗ്രഹിക്കണേ. വിവാഹം കഴിക്കാനിരിക്കുന്നവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വിവാഹം കഴിക്കാൻ ആദിക്കാട്ടുകുളങ്ങര ഈ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ മക്കാമിന്റെ മുന്നിൽ വന്നിട്ട് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പടച്ചവനെ എനിക്ക് നല്ലൊരു ഭാര്യയെ തരണേ പടച്ചവനെ, എനിക്ക് നല്ലൊരു പെണ്ണിനെ തരണേ പടച്ചവനെ, അല്ലാഹുവേ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അതേ മക്ബറയുടെ 2ാമത്തെ സൈഡിൽ നിന്നുകൊണ്ട് വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ ഞാൻ കെട്ടിയതിനെ ഒന്ന് നന്നാക്കി തരണേ പടച്ചവനെ. നമ്മൾ ചിന്തിക്കേണ്ടതാ, 2 പേരും ചോദിക്കുന്നത് ഒരേ ഒരു വിഷയത്തെക്കുറിച്ച്. വിവാഹം കഴിക്കാനിരിക്കുന്നവൻ അല്ലാഹുവിനോട് പറയുന്നു, എനിക്ക് നല്ല ഒരു പെണ്ണിനെ തരണം. എന്നാൽ വിവാഹം കഴിച്ചവൻ പറയുന്നു, കെട്ടിയതിനെ ഒന്ന് നന്നാക്കി തരണം. ഇതാണ് എല്ലാവരുടെയും ആവശ്യം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞു കുടുംബമാകണമെങ്കിൽ നമ്മളെ കൊണ്ട് വല്ലാത്ത പ്രയാസമാണ്. നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു കുടുംബമായി മാറണമെങ്കിൽ ഇന്ന് ആർക്കാണ് കുടുംബ ബന്ധത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും ആർക്കാ മനസ്സിലാവുക? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ടൊക്കെ ആദിക്കാട്ടുകുളങ്ങര പള്ളി അല്ലെങ്കിൽ ഓരോ പള്ളിയുടെ മുന്നിൽ 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ വെള്ളിയാഴ്ച ദിവസം 9:30 പള്ളിയുടെ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ അല്ലാഹുവേ പടച്ചവനെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആരുടെ തിരക്ക്? പിരിവുകാരുടെ തിരക്ക്. അല്ലാഹുവേ പള്ളിയുടെ ലെറ്റർ പേഡും പിടിച്ചുകൊണ്ട് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നേരത്തെ വന്ന് നിൽക്കുന്ന അല്ലാഹുവേ ഒരു കാലം നമ്മുടെ പള്ളികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറിയിട്ട് ഇന്ന് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലെ തിരക്കെന്തെന്നറിയോ? പടച്ചവനെ ഞങ്ങൾക്ക് തലാക്ക് വേണം, ഇവളെ എനിക്ക് വേണ്ട. അല്ലാഹുവേ പടച്ചവനെ, അവിടെ വാശിയാണ്, വൈരാഗ്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോഴാണ് ഒരു കുടുംബം. എൻ്റെ പ്രിയമുള്ളവരെ, പള്ളിയുടെ മുന്നിൽ കിടന്നിട്ട് ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ശത്രുക്കളെ പോലെ പോരാടുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് തന്റെ പൊന്നുമോന് യതീമായി പോകുന്നതിനെ കുറിച്ച് ഉമ്മയ്ക്ക് യാതൊരു വേദനയുമില്ല. വാപ്പയ്ക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ്, അവൻ ഇനി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ ബന്ധമൊടിഞ്ഞു കഴിഞ്ഞാൽ അവള് മറ്റൊരു വിവാഹം കഴിക്കുമല്ലോ, എന്റെ പൊന്നുമോന്റെ അവസ്ഥ എന്തുമാകും എന്നതിനെ കുറിച്ച് വാപ്പയ്ക്കും ഒരു പ്രയാസമില്ല, ഒരു ചിന്തയുമില്ല. ആണിനും പെണ്ണിനും ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പും സമ്മതിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അല്ലാഹു തന്ന ആയുസ്, പടച്ചറപ്പ് തന്ന ആയുസ് മെഴുകുതിരി എരിച്ചു തീർക്കുന്നത് പോലെ സ്വന്തം ആയുസ് ഇങ്ങനെ എരിച്ചു കളയുന്നവരോട് എന്തേ നമ്മുടെ വീടിങ്ങനെയാകാൻ കാരണം? സമാധാനമില്ല, സന്തോഷമില്ല, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പടച്ചവനെ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നതെന്ന് കരുതിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ പരക്കം പായുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കുടുംബജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അതിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകാനട്ടാട് അല്ലാഹു തന്ന ആയുസ് നീ ഇങ്ങനെ തമ്മിലടിച്ചു തീർക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആയുസിന്റെ വില എന്തെന്നറിയുമോ?
നിന്റെ ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? നിന്റെ കുടുംബ ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ വഅലിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന വിവാഹം കഴിച്ച ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ള വാപ്പാ, ഇന്ന് വഅല് കഴിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിന്റെ വീട് സ്വർഗമാകണോ ചെറുപ്പക്കാരാ? സമാധാനമുള്ള ഒരു വീടായി മാറണോ? റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന് വയല് കടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, അഭിനയമല്ല, മക്കള് കാണാറ്, നാട്ടുകാര് കാണാറ്, കുടുംബക്കാര് കാണാറ്, മാതാപിതാക്കള് കാണാറ്, പടച്ചവനെ അഭിനയമല്ല, സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാ, നിന്റെ വീട്ടിലേക്ക് പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, റഹ്മത്തിന്റെ മലക്കുകളെ പെയ്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചെറുപ്പക്കാരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണല്ലോ, അതാ മുഹറം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ, ഉസ്താദേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെ കൊണ്ടാണ് കഴുകിക്കളയുന്നത്? ഇതെവിടെ കൊണ്ടാണ് കഴുകിക്കളയുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കഴുകിക്കളയാൻ അല്ലാഹു നിനക്കൊരവസരം തരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പൊന്നുമോനെ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിന്റെ കയ്യിലേക്ക് സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാൽ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാൽ, നിന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നീ ചെയ്ത പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളമൊഴിച്ചു കൊടുത്ത ആ മനുഷ്യന് നാളെ സ്വർഗത്തില് വെള്ളം കുടിക്കാൻ കഴിയും സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. പള്ളിക്കകത്തിരുന്ന് സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ, എവിടേക്കാണ് ഓടുന്നത്, എവിടേക്കാണ് ഓടുന്നത്? ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇറങ്ങി തന്റെ വീട്ടിലേക്ക് കടന്നു തന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് വെള്ളം കോരിയിട്ട് തന്റെ ഭാര്യയുടെ വായിലേക്ക് കുടിച്ചു കൊടുക്കാ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടെ ഒരു കവള് വെള്ളമൊഴിച്ചു കൊടുത്ത ആ മനുഷ്യന് നാളെ സ്വർഗത്തിലെ പാനീയം കിട്ടും പെണ്ണ്. അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇതാണ് ചെറുപ്പക്കാര കുടുംബത്തിന്റെ മഹത്വം. എന്താണ് കുടുംബ ജീവിതത്തിന്റെ മഹത്വം? ഇതാ, അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവിന് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ സമയമില്ലല്ലോ. ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കണ്ടാൽ ശത്രുക്കളെ പോലെ, കണ്ടാ ശത്രുക്കളെ പോലെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയെന്ന് സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കിയെന്ന് ചിരിക്കാൻ കഴിയുമോ? അവള് പ്രായമാകട്ടെ, അവള് രോഗം പിടിക്കട്ടെ, അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടട്ടെ, പടച്ചവനെ, ഇന്ന് വാഴ് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു, വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി പടുംകിളവിയായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ആദിക്കാട്ട് ഈ പള്ളിയുടെ മിനാരത്തിലൂടെ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാ. ഈ ആദിക്കാട്ടുകുളങ്ങരക്കാര് മുഴുവനും നിന്നെ അവസാനമായി കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കാണാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ചെറുപ്പക്കാരാ, ആ സമയത്തും നിന്റെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കുടുംബജീവിതത്തിന്റെ മഹത്വം. നമുക്കറിയില്ല, നമ്മൾ അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും തലാക്ക് പറയാനും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാ പലരും കഷ്ടപ്പെടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്നവരിൽ ഇവിടുത്തെ ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ആരും പൊക്കിയില്ല കല്യാണം കഴിച്ചിട്ട്. ഈ സദസ്സിരിക്കണ അധികം പേരും കൈവക്കൂല. കാരണം എന്തേ? ഉസ്താദെ ഇവളെ ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിലുണ്ടോ എന്നാ അങ്ങോട്ടും പോണില്ല എന്ന് പറയണ ചിലര്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആഗ്രഹിക്കണം നമ്മുടെ ഭാര്യമാർ അവിടെ വരുമ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതുന്നവരാണ് ഞാനും നിങ്ങളും. പടച്ചവനെ യാസീൻ ഓതുന്നവരാണ്. ആ യാസീനിൽ ആയത്ത് കാണാം, ഹും വഅസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മ അസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ സ്വർണ്ണത്തിന്റെ ചാരികസേരയിൽ ഭർത്താവ് ഒരു ഭാഗത്ത്, ഭാര്യ ഒരു ഭാഗത്ത്. പടച്ചവനെ ആദിക്കാട്ടുകുളങ്ങരയിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഭർത്താവും ഭാര്യയും രണ്ട് സൈഡിൽ നിന്നിട്ട് തന്റെ മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് സ്വർഗത്തിലെ ചാരികസേരയിൽ നിന്ന് സുഖിക്കുകയാണ്. അല്ലാഹുവേ, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാ. അവരിവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാ. അതാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവരാരാണ്? ഇവരുടെ മഹത്വം എന്താണ്? ഇവർക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് പടച്ചവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന പടച്ചറപ്പിന്റെ മലക്കുകളുണ്ടല്ലോ, അവർ ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് അവര് പോലും പറയുന്നു സലാ. അതാ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകൾ പോലെ ഈ ഭാര്യയെയും ഭർത്താവിനെയും നോക്കിയിട്ട് അവര് പോലും സലാം പറയുകയാണ്, അവര് പോലും ബഹുമാനിക്കുകയാ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അവരാരെന്നറിയുമോ? ആ കുടുംബമേതെന്നറിയുമോ? ആദിക്കാട്ടുകുളങ്ങരയിലെ ചെറുപ്പക്കാര് നാളെ സ്വർഗത്തിൽ വെച്ച് നോക്കുമ്പോ ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാര് തന്റെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് അവിടെ കിടന്ന് സുഖിക്കുന്നത് കാണുമ്പോ, എല്ലാവരും അവനെ ബഹുമാനിക്കുന്നത് കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കും, നിനക്കെങ്ങനെയാടാ ഈ പ്രതിഫലം കിട്ടിയത്? ആദിക്കാട്ടുകുളങ്ങരയിൽ ഒരു ചെറിയ കൂരയ്ക്കകത്ത് നിങ്ങൾ കഴിഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, ഇവിടെയും പെണ്ണേറി ഒരുമിച്ചാണല്ലോ. ഓരോ പെണ്ണുങ്ങളും നാളെ സ്വർഗത്തിൽ വെച്ച് ഈ നാട്ടുകാരിയെ കാണുമ്പോ ചോദിക്കുകയാ, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? അതുകൊണ്ട് പാതിരാത്രി മക്കാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നീ മാത്രം പോയാ മതിയോ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നിന്റെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ പിടിക്കണ്ടേ, നിന്റെ മക്കളുടെ കയ്യിൽ പിടിക്കണ്ടേ? എന്നിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കിടന്ന് സുഖിക്കാൻ ആഗ്രഹമുണ്ടോ? അവിടെ കിടന്ന് ആസ്വദിക്കാൻ, അവിടെ കിടന്ന് ആസ്വദിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 കാര്യങ്ങൾ നിന്റെ കുടുംബ ജീവിതത്തിലുണ്ടോ എങ്കിൽ നാളെ നീയും നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലും ഒരുമിച്ചായിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഈ നാട്ടിലുള്ള ചില ചെറുപ്പക്കാര് തൻ്റെ ഭാര്യയുടെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർണത്തിൻ്റെ ചാരുകസേലയിൽ ഇങ്ങനെ സുഖിക്കുക. സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ വന്ന് നിൽക്കുക. ഈ നാട്ടുകാർ മുഴുവൻ ഇവൻ ആരാ, ഈ VIP ആരാ, എല്ലാരും ഇങ്ങനെ നോക്കുക ഈ കുടുംബത്തെ. അത് മാത്രമല്ല, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും സലാം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കുടുംബത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കുടുംബത്തിൽ പെടുത്തുമാറാകട്ടെ. ആ കുടുംബത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ, 4 കാര്യം നിന്റെ കുടുംബ ജീവിതത്തിൽ നീ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു 4 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചെയ്യുക, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. لهم فيها فاكهة ولهم ما يدعون. നാളെ പടച്ചവന്റെ സ്വർഗത്തിലിരിക്കുന്ന ആ കുടുംബമുണ്ടല്ലോ, അവരോട് ചോദിക്കുന്നവരോട് അവര് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, നാളെ നിനക്കും ഇതുപോലെ കടന്നു പോകടോ. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും 2 സൈഡിൽ നിന്നിട്ടു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കടപ്പുറത്ത് പോകുമ്പോ അതാ ബാപ്പയും ഉമ്മയും 2 സൈഡിൽ നിൽക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ച് അവരുടെ നടുക്ക് നിന്ന് നടന്നു പോകുന്നത് പോലെ നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കണോ. ഖുർആൻ ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, വിവാഹം കഴിച്ചവരോട്, കുടുംബജീവിതം ഇഷ്ടപ്പെടുന്നവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ഭാര്യയ്ക്കും ഭർത്താവിനും ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ഒന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വാശിയും വൈരാഗ്യവും ഒന്ന് കളയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാ, നമ്മുടെ അഭിനയമൊന്ന് തീർക്കാൻ പറയുകയാ. പടച്ചവനെയും അഭിനയമാണല്ലോ, ഭർത്താവും ഭാര്യയും ഇന്ന് വല്ലാത്ത അഭിനയമാ. അല്ലാഹ് സീരിയൽ നടിമാരെ പോലെ, സിനിമാ നടന്മാരെ പോലെ വെല്ലുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവ് പടച്ചവനെ നടനും നടിയുമാകാൻ അഭിനയിക്കുകയാണ്. വീട്ടുകാരുടെ മുന്നില്, നാട്ടുകാരുടെ മുന്നില്, മക്കളുടെ മുന്നില്, കൂടപ്പിറപ്പുകളുടെ മുന്നില് ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് പറയിപ്പിക്കാറ്. അല്ലാഹുവേ, അഭിനയിച്ച് ജീവിതം ഇങ്ങനെ എരിച്ചു തീർക്കുമ്പോ അവസാനം എന്റെ പ്രിയമുള്ളവര്, ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവിനോടും ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന്? നിനക്ക് നിന്റെ ഭാര്യയോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയുമോ? കൊല്ലങ്ങളായി പടച്ചവര്, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി ഒരേ റൂമിനകത്താ കിടക്കുന്നത്. ഒരു ബെഡിനകത്ത്, ഒരു പുതപ്പിന്റെ കീഴിൽ ശരീരത്തിന്റെ തോലുകൾ ചേർന്ന് കിടക്കുന്ന ഭാര്യയും ഭർത്താവ് അവർ ശാരീരികമായി ബന്ധപ്പെടാറുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സ്ഥാനമുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ്? എന്റെ പ്രിയമുള്ളവര്, ഭർത്താവിന് തന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയാ പേടിയാ, ഭാര്യയ്ക്ക് തന്റെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയാ പേടിയാ. സ്നേഹത്തോടെ ഭാര്യയോടൊന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ. ഇന്നാണുങ്ങളും പെണ്ണുങ്ങളും എവിടെ നിന്നാണ് സ്നേഹം കിട്ടുന്നതെന്ന് പടച്ചവര് തേടിയിട്ട് പരക്കം പായുന്ന കാലമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത്
സദീരത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ 40-ാമത്തെ വയസ്സിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിന്റെ 1-ാമത്തെ വാചകം ഓതി കൊടുത്തിട്ട് പറഞ്ഞു, ഓതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കറിയില്ല. ജിബ്രീൽ അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിപ്പിച്ചിട്ട് അവിടുത്തെ ശരീരം വേദനിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയേ. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുകയാ. എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകൾത്തത്തിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വരികയാണ്. എവിടേക്കാ പോയത്? ആ ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചപ്പോ എവിടേക്കാണ് റസൂലുള്ള പോയതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, തന്നെക്കാളും പ്രായം കൂടിയ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലേക്ക് പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് പറയുകയാ. അവസാനം സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കഴിയുമ്പോ ആ സ്നേഹമുള്ള ഭാര്യയുണ്ടല്ലോ, ആ സ്നേഹമുള്ള ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് ഇടത് കൈകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്ത് തലയിൽ കൈവച്ച് മുടികൾക്കിടയിലൂടെ തന്റെ കൈകൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് പേടിച്ച് വിറച്ച് കിടക്കുന്ന ഭർത്താവിനോട് ആ ഭാര്യ പറഞ്ഞു കൊടുത്ത വാക്കെന്തെന്നറിയുമോ? മരിക്കുമ്പോളം അല്ലാഹുവിന്റെ റസൂൽ മറന്നില്ല, മരിക്കുമ്പോളം അല്ലാഹുവിന്റെ റസൂൽ മറന്നില്ല. അതാ പേടിച്ച് കിടക്കുന്ന സമയത്ത് ഖദീജ ബീവി പറഞ്ഞു കൊടുത്തു, വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ. പേടിക്കല്ല നബിയേ, പേടിക്കല്ല നബിയേ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല നബിയേ. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സമാധാനം കൊടുത്തപ്പോ, എന്റെ പ്രിയമുള്ളവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ ആദിക്കാട്ട് കുളങ്ങരയിൽ അല്ലെങ്കിൽ അടൂര് അല്ലെങ്കിൽ പടച്ചവനെ ചാരിമോട് മാർക്കറ്റിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി വൈകുന്നേര സമയത്ത് ശരീരം മുഴുവനും വിയർത്തെളിച്ചുകൊണ്ട് വേദനയോടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് ഒന്ന് ചിരിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ ഒന്ന് ചിരിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ പേടിക്കണ്ട നബിയേ, അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമെടുത്ത് നോക്ക്. മരിക്കുമ്പോളം അല്ലാഹുവിന്റെ റസൂല് ഖദീജ എന്ന് പറഞ്ഞാ കരയുമായിരുന്നു. 11 ഭാര്യമാരുണ്ട്. എന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. സ്നേഹമെന്ന് പറഞ്ഞാലതാ, സ്നേഹമെന്ന് പറഞ്ഞാലതാ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇന്നില്ലാതെ പോയല്ലോ, നമ്മുടെ വീട്ടിൽ ഇന്നില്ലാതെ പോയല്ലോ. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് സന്തോഷത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാണ്. കൊതിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. തിരിച്ചതുപോലെ തന്നെ ഭർത്താവും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബജീവിതം തകരാനുള്ള 1-ാമത്തെ കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ചില പെണ്ണുങ്ങളുണ്ടല്ലോ, ചില പെണ്ണുങ്ങളുണ്ടല്ലോ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എങ്ങനെ പറയാൻ കഴിയുന്നു പെങ്ങള്? അല്ലാഹുവേ, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് കുത്തുവാക്കും പരിഹാസവും പടച്ചവനെ പരാതിയുമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. അവരെന്ത് ചെയ്താലും പരാതിയാ. ഭർത്താവിന്റെ ഉമ്മയെ നോക്കിയാൽ, വാപ്പയെ നോക്കിയാൽ, മക്കളെ നോക്കിയാൽ, വീട് നോക്കിയാൽ, ഭക്ഷണം വെച്ചാൽ പടച്ചവനെ എന്തിനും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെണ്ണെ, നിനക്ക് നിന്റെ വില അറിയാനിട്ടാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയാനിട്ടാ, നിനക്ക് നിന്റെ മഹത്വം അറിയാനിട്ടാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, വാലുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാറ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം നിനക്ക് പറഞ്ഞു തരാ. എപ്പോഴും നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, കുത്തുവാക്ക് പറയുന്ന, എന്ത് ചെയ്താലും പരാതി പറയുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാറ്. ഓരോ വാപ്പമാര് ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്ന പെണ്ണുമോള് കെട്ടിപ്പിടിച്ചിട്ടൊരു വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു കൊടുക്കാറ്. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം പറഞ്ഞു തരികയാ. ഏത് ഉപദേശം എന്നറിയുമോ? ഏത്
ഏത് ഉപദേശമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ പൊന്നുമോളുടെ വിവാഹം കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ കാണാൻ പോവുകയാ. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ ഫാത്തിമ, സുഖമാണോ പൊന്നുമോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈയും എടുത്ത് വാപ്പയുടെ നേരെ നീട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ, ഇതിനകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോള് രണ്ട് കൈയുമെടുത്തിട്ട് വാപ്പയോട് കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ ഫാത്തിമ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ പൊന്നുമോളെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ, ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേര സമയത്ത് ഒരു കിലോ അരിയും വാങ്ങി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, പെണ്ണെ, എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറയുമ്പോ കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ചിരിക്കുന്ന മുഖത്തോട് ഇതെന്റെ കടമയാണല്ലോ എന്ന് കരുതിയിട്ട് അത് വാങ്ങി അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിനല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അതിലെ ഓരോ അരിയുണ്ടല്ലോ, അതിലെ ഓരോ ചോറുണ്ടല്ലോ, നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിലെ ഓരോ അരിമണിക്ക് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുകയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹു പുറത്തു തരും പെണ്ണേ. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹുവേ പടച്ചവര് നട്ടുച്ച സമയത്ത് അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ കിടന്ന് ഉരുകുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന പെണ്ണ് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് എമ്മയ്ക്ക് പഠിച്ചവള്, ഡിഗ്രിക്ക് പഠിച്ചവള്, പടച്ചവനെ അവളെ കുറ്റുന്നില്ല. എന്റെ ആയുസ് പടച്ചവര് എന്റെ ഭാവി തുലച്ചെന്ന് പറയാറില്ല. അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ്, നിന്റെ ശരീരം വിയർക്കുമല്ലോ, നിന്റെ ശരീരം വിയർക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ആ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പെങ്ങാനും താഴെ വീണ നരകത്തിന്റെയും ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഇടയിൽ മലക്കുകൾ 7 കിടന്നു കുടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ കിടന്ന് ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ നരകം അവൾക്ക് ഹറാമാണ്, നരകം അവൾക്ക് ഹറാമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, പ്രസവിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, മരണവേദനയുടെ വേദനയാണെന്ന് പറയുന്ന ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഉമ്മ, ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാം എത്ര രോമങ്ങളുണ്ടോ
ഓരോ രോമത്തിനും പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാ. അവളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് എഴുന്നേക്കാൻ കഴിവില്ലെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെങ്ങള്, സ്വന്തം ആരോഗ്യം നോക്കാതെ പൊന്നു മക്കളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കുന്ന പെണ്ണ്, അള്ളാന്റെ റസൂല് പറയുകയാ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. 1000 ശുഹദാക്കള് ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. എന്തിനു പറയണം? പടച്ചവരെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത ഇന്ന് പെണ്ണിന് വസ്ത്രം കഴുകാമല്ലാത്ത മടിയാ. ഭർത്താവിന്റെ വിയർപ്പ് കഴുകാറ് എന്നെ കൊണ്ട് കഴിയുന്നെന്ന് പറയുന്ന പെണ്ണ്, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ചോറ് വെച്ചാലും പ്രതിഫലം, വിയർത്താലും പ്രതിഫലം, പ്രസവിച്ചാലും പ്രതിഫലം, പാല് കൊടുത്താലും പ്രതിഫലം, ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താലും 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുക, ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് പരാതി പറയാൻ മാത്രമേ സമയമുള്ളൂ. എന്തിനും പരാതിയാ ഒരു ജോഡി വസ്ത്രം പോലും കഴുകിക്കെടുക്കാൻ. നമ്മുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല. എന്താ ഉസ്താദ്, കിട്ടുമോ? എന്താ പ്രസിഡന്റ്? നമ്മുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല. കാരണം ഓള് കഴുകുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴുകുന്നത്. അവർക്കെന്ത് പ്രതിഫലം? ഭാര്യ അങ്ങോട്ടിടുക, സ്വിച്ചിടുക, ഇവക്കെന്ത് പ്രതിഫലം? അതിനെ കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ഈ കല്ലിലൊക്കെ ഇട്ട് കഴുകുന്നവർക്കായിരിക്കും, അല്ലേ ഉസ്താദ്? അങ്ങനെ ആയിരിക്കില്ലേ? ഉസ്താദൊക്കെ പിന്നെ അതുപോലെ വടി പോലൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കല്ലിലൊക്കെ ഇട്ട് കഴുകി കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. കല്യാണം കഴിച്ചിട്ട് പെണ്ണ് നോക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് പൊക്കിക്കോ, ആരും കാണത്തൊന്നുമില്ല. ചുമ്മാതെ പൊക്കാൻ പറഞ്ഞതല്ല, ഒരു ചോദ്യം ചോദിക്കാനാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് ഇപ്പോഴും നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരാറുണ്ടോ? ഏതെങ്കിലും ഭാഗ്യവാനായ ഒരു ഭർത്താവുണ്ടെങ്കിൽ കൈ പൊക്കിക്കേ. കാണാനുള്ള കൊതിയുണ്ടാ? 3 പേര് കുലൂത്തൊക്കെ വീർ പറമനുഷ്യന്മാരെ കുലൂത്തൊക്കെ വീർ. ഭാര്യ ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. പെണ്ണുങ്ങളക്കരെ ഇരുന്ന് പറയുന്നുണ്ട്, ഇനി അങ്ങാരെ തലയിൽ തേച്ച് കൊടുക്കാത്തതിൻ്റെ കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നുകൂടെ പെട്ടാൻ വേണ്ടി നടക്കുക കളവാൻ. ഒരെണ്ണം കൂടെ ഇനി ഉണ്ടെങ്കിൽ വടക്കോട്ട കാണാൻ പോയി ഒന്നുകൂടെ കെട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെയാണല്ലോ കാലങ്ങളൊക്കെ അല്ലേ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരുടെ ഞാനിത് പറയുന്നത്, ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന പെണ്ണിന് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് അള്ളാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേക്കണം. ഭർത്താവിൻ്റെ മീശ വെട്ടി കൊടുക്കണം. ഭർത്താവിൻ്റെ മീശ വെട്ടി കൊടുക്കുന്ന ഭാര്യ എന്ത് പ്രതിഫലം എന്നറിയോ? നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾ ചിന്തിക്കും, ഇപ്പോഴല്ലേ പെണ്ണുങ്ങൾക്ക് ചിരിക്കുക, ചെറുപ്പക്കാരൊക്കെ ചിരിക്കണ്. എൻ്റെ പേര് നമ്മുടെ അത്തായ അമ്മായൊക്കെ പണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് വെള്ളിയാഴ്ച ഒരു 8 മണിയാകും 9 മണിയാകുമ്പോൾ അത്ത എഴുന്നേറ്റിരിക്കും. പ്രശ്നം ഉമ്മച്ചി വെട്ടിക്കൊടുക്കും, അമ്മ വെട്ടിക്കൊടുക്കും മീശയൊക്കെ. അങ്ങനെ കാലുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ബംഗാളികൾ കടകളിൽ നിറഞ്ഞ് നമ്മൾ അങ്ങോട്ടാണ് പോകാറ്. ഏത് ഭർത്താവാണ് ഭാര്യയ്ക്ക് വെട്ടാൻ കൊടുക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യ വെട്ടിക്കൊടുക്കണം ഭർത്താവിൻ്റെ മീശ. അതാ കുടുംബജീവിതം, അതാണ് ജീവിതം. അപ്പോഴേ സ്വർഗം കിട്ടൂ, അവിടെ സ്നേഹമുണ്ടാകൂ. ഇതങ്ങനല്ലല്ലോ. ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് അടിയുണ്ടാക്കി, ഒരു വഴക്കുണ്ടായി, ഉടനെ കൊണ്ടുപോയിട്ട് പെണ്ണൊരു കേസ് കൊടുപ്പാ. ഭർത്താവിൻ്റെ വാപ്പ പീഡിപ്പിക്കാൻ വന്നു, സഹോദരൻ കയറി പിടിക്കാൻ വന്നു, ഉമ്മ സ്ത്രീധനം ചോദിച്ചിട്ട് തല്ലി. എന്തൊക്കെ കേസാ പഠിച്ചോനെ. സ്നേഹത്തോടെ നടന്ന ഒരു ഭാര്യയും ഭർത്താവും നിസാര ഒരു വിഷയത്തിൽ അവളെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവൻ എന്തെല്ലാം കുറ്റം പറ്റും, ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുന്ന രീതിയിലാണ് കേസ് എഴുതി കൊടുക്കണേ. പെണ്ണിൻ്റെ അവസ്ഥ ഇതാ. ഭർത്താവ് അങ്ങനല്ല, കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓ മാന്യന, തിന്നത്തുമില്ല തിന്നാൻ പിടത്തുമില്ല ഒരു ജീവി. അതുപോലെ ഓളെ തലാക്കും ചെയ്യത്തില്ല, അവൾ ജീവിക്കണ്ട, അങ്ങനെ അടക്കും.
എൻ്റെ പടച്ചവന് ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂല് പറയുക, രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭാര്യ ഭർത്താവ്, രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിനൊരു പെണ്ണ് വിരിപ്പ് വിരിച്ചു കൊടുത്താൽ സുബഹി വരെ ഒരു മലക്ക് അവൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മുടെ പെണ്ണുപിള്ളമാർക്ക് ഇത് വല്ല അറിയോ? അവർക്ക് എപ്പോൾ നോക്കിയാലും ഗുണഗുണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ മാത്രമേ ചില പെണ്ണുങ്ങൾക്ക് അറിയൂ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ പെരുമാറ്, സ്നേഹിക്ക്. സ്നേഹം ഇവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ല. വൈകുന്നേരം സമയമാകുമ്പോൾ കൂട്ടുകാർ ഒരുമിച്ച് കൂടുമ്പോൾ പറയാം, അളി ഇന്നലെ കൊടുത്തളിയാ ഒരെണ്ണം, ഒരൊറ്റ ചവിട്ട് പോയി വീഴ്ച അല്ലാ. ഇത് പറയുമ്പോൾ കേട്ടവൻ പറയും, നീ അടിക്കുക ചെയ്ത, ഞാൻ ചവിട്ടുകളിയാ ചെയ്തത്. ഉടച്ചനെ അടിച്ച കഥ പറയുന്നവർ. ഭാര്യയെ തെല്ലുന്നത് ആണത്തമല്ല സഹോദരങ്ങളെ. ഒരു ഈമാനുള്ള ഭർത്താവ്, ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ആണിനും ഭാര്യയെ തെല്ലാൻ കഴിയില്ല. എങ്ങനെ തല്ലാൻ കഴിയുന്നു? അതെങ്ങനെ? ഭാര്യയുടെ മഹത്വം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കല്യാണ ദിവസം, നിങ്ങളുടെ വിവാഹത്തിന്റെ ദിവസം പള്ളിയിലെ ഖതീബ് 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു അറബി വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞു തരുന്ന ആ അറബി വാക്കിൻ്റെ അർത്ഥമറിയുന്ന ഒരാണും തൻ്റെ ഭാര്യയെ തല്ലൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിക്കാനിരിക്കുന്ന മക്കളോട് ഏറ്റവും കുറഞ്ഞത് അതെന്തെങ്കിലും പഠിക്കണം. വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട് മോനെ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് പഠിക്കണം. എന്തേ പറയണേ? നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോനെ 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തി എൻ്റെ പൊന്നാര മകളെ, നീ തരുന്ന ഒരു പവന് പകരം നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തരികയാ. എൻ്റെ കരള മോനെ എൻ്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അവളങ്ങെല്ലാം തികഞ്ഞവളൊന്നുമല്ല, എൻ്റെ മോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ നീ തിരുത്തി കൊടുക്കണം. അവൾ അറിവില്ലാത്തവളാ, നീ അവൾക്ക് തിരുത്തി കൊടുക്കണം, നീ ക്ഷമിക്കണം. എൻ്റെ മോളെ തല്ലരുത്, എൻ്റെ മോളെ തല്ലിക്കൊല്ലരുത്, കെട്ടി തൂക്കാൻ നിൽക്കരുത്. എടാ, നിനക്ക് എന്നെങ്കിലും എൻ്റെ പൊന്നുമോളെ വേണ്ടെന്ന് തോന്നിയാ നീ കൊല്ലാനൊന്നും നിൽക്കല്ലേ, എൻ്റെ മോളെ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ മനുഷ്യൻ നിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാർ, നിസാരം എന്തെങ്കിലും ഒരു കാര്യം മതി, തലാക്ക് കഴിഞ്ഞു. 3ഉം പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത്, കരുനാഗപ്പള്ളി ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വഴുതിന് പോയി. അള്ളാഹു കുടുംബജീവിതത്തെക്കുറിച്ച് വയലെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു, വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ വെച്ച് അടിക്കാൻ വന്നിയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ട് വീടെത്താൻ പറ്റൂലല്ലോ. കള്ളുപിടിയും പെണ്ണുപിടിയും പലിശയെക്കുറിച്ചൊക്കെ വയല് പറഞ്ഞാൽ ഉസ്താദ് വീടെത്തത്തിൽ, അതിനു മുമ്പ് അടിയെത്തിക്കളയും. ഞാൻ വെച്ചത് എല്ലാം വന്നെയാണ്. ഉടനെ അടുത്ത് വന്നിട്ട് ഉസ്താദെ ഒരു സംശയം ചോദിക്കാൻ വന്നത്. രാത്രി 1 മണിക്ക്. സമാധാനമായി. എന്താ മോനെ സംശയം? എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 23 ദിവസമായി. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 23 ദിവസമായി. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു കാര്യത്തിൽ വഴക്കുണ്ടായി. ഇവനാണെങ്കിൽ പണയം വെക്കാനൊരു മോതിരം ചോദിച്ചു. ആ പാവം കൊടുത്തില്ല. കുറ്റം പറയാൻ കഴിയില്ല. അള്ളാഹുവേ പടച്ചവനെ 1 പറഞ്ഞു, 2 പറഞ്ഞു, വഴക്കായി. അവസാനം ദേഷ്യം വന്നപ്പോൾ അളിയ 3 തലാക്കും പറഞ്ഞിട്ട് വന്ന് നിൽക്കുക. 23 ദിവസം തൻ്റെ ഭാര്യ 3 തലാക്കും പറഞ്ഞിട്ട് വന്ന് നിൽക്കുക. ഞാൻ ചോദിച്ചു, പറഞ്ഞോ മോനെ? ഉറപ്പായിട്ടും പറഞ്ഞു ഉസ്താദേ, പക്ഷേ എനിക്ക് അവളെ തന്നെ വേണം, എനിക്ക് വേറെ പെണ്ണ് വേണ്ട, എനിക്ക് അവളെ തന്നെ വേണം. എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇനി എന്ത് വഴി? നീ 3 തലാക്കും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവളെ മറ്റൊരാണ് വിവാഹം കഴിക്കണം, എന്നിട്ട് നിനക്ക് പറ്റൂ. ഈ സമയത്ത് ഇവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവൻ്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ ഇവനോട് പറഞ്ഞു, മറ്റൊരാണ് വിവാഹം കഴിക്കണം, എന്നാലും നിനക്ക് കെട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ പുറകെ നിൽക്കണ ഇവൻ്റെ കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാം, ഉസ്താദ് ഇവൻ കെട്ടാൻ തയ്യാറാണ്. ഞാൻ അവനെ നോക്കി മണവാട്ടി നിൽക്കുന്ന പോലെ നിൽക്കുക, കള്ളൻ വല്ലവൻ്റെ പെണ്ണുമ്പിള്ളയെ കെട്ടാൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു, പുതുമണവാട്ടി നിൽക്കണ പോലെ നാണം കുടുങ്ങിയിട്ട് കെട്ടാൻ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ ഈ പൊട്ടനോട് ചോദിച്ചെടാ, കെട്ടിയാൽ മാത്രം പോരടാ, കൂടെ കിടക്കണം. അവളുമായി അതൊന്നും പറ്റൂല. അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് നിനക്ക് കെട്ടാൻ പറ്റൂ. അപ്പോൾ ശരീരത്തിനൊന്നും തൊടാൻ പറ്റൂല. കെട്ടും തലാക്ക് പറയും, ഞാൻ കെട്ടും. ഞാൻ പറഞ്ഞു, നീ കെട്ടുക എന്തോ ചെയ്തു, അസ്സലാമു അലൈക്കും വിട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ ഇതാ. നമ്മുടെ സമുദായത്തിൻ്റെ എന്താണെന്നറിയില്ല, പക്ഷെ നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരുണ്ട്. ഇന്ന് ഞാൻ വയലിന് വന്നപ്പോൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് കരയ്യ, ഉസ്താദേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ സഹോദരൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഉസ്താദേ. എൻ്റെ ഭാര്യ എൻ്റെ സഹോദരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. പടച്ചോൻ അവളെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനവളെ സ്വീകരിക്കാൻ തയ്യാറാ. എനിക്ക് അള്ളാഹു എന്ത് പ്രതിഫലം തരും ഉസ്താദേ? സ്വന്തം കൂടപ്പുറപ്പ് അങ്ങനത്തെ ചില ജന്തുക്കളുണ്ട്. സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സ്വന്തം അനുജൻ തന്നെ അടിച്ചുകൊണ്ട് പോയി. ഞാൻ ചിന്തിച്ചു വയ്ക്കേ,
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടണമെങ്കിൽ ഒന്ന്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും ചുരിയുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ഇല്ലെങ്കിൽ കടന്ന് ഉരുകേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഭാര്യ നന്നായില്ലെങ്കിൽ പോയി, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. 6 വിഭാഗം, 6 സ്വഭാവമുള്ള പെണ്ണ് നിന്റെ വീട്ടിലുണ്ടോ, നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഒരു ഭാര്യയാണ് നിനക്കുള്ളതെങ്കിൽ, നീ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന പെണ്ണിന് ഈ പറയുന്ന 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ, എന്തൊക്കെ നേടിയാലും നിന്റെ ജീവിതം മോശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ.